അല്ലേ? നിങ്ങൾ നോക്കെ, തെറ്റിദ്ധാരണയുടെ ഒരുപാട് കാര്യങ്ങളിൽ ഒന്നെന്താ, അപ്പൊ മുസ്ലിങ്ങളൊക്കെ ഈയിടെയായി കുറച്ച് കൂടുതൽ താടി വെക്കും അല്ലേ? എല്ലാവരുടെ മനസ്സിലും എന്താണ്, ഇയാൾ എന്തോ ഒരു ഭീകരവാദി. താടി ഭീകരവാദത്തിന്റെ അടയാളമാണെന്ന് നിങ്ങളോട് ആരെ പറഞ്ഞത്? ആരെ പറഞ്ഞത്? എങ്കിൽ ചട്ടമ്പി സ്വാമികളെ ഏറ്റവും വലിയ ഭീകരവാദിയല്ലേ? അല്ലേ? എന്തൊരു താടി! കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ സമാധിയായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. എത്ര താടി! ഇത്ര വരെ. മഹാത്മാഗാന്ധിയെ മഹാത്മാ എന്ന് വിളിച്ച രവീന്ദ്രനാഥ ടാഗോർ ഇത്ര വലിയ താടി. ഗുരു നിത്യചൈതന്യയതി ഞങ്ങൾ ഒന്നിച്ച് വേദി പങ്കുവെച്ചവർ. ജീവിതത്തിൽ പലതും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ആലോചിച്ച്, ഇവർക്കൊക്കെ നീണ്ട താടി. കാർൽ മാർക്സ് 20ാം പാർട്ടി കോൺഗ്രസിൽ കാർൽ മാർക്സിന്റെ, എംഗൽസിന്റെ, ലെനിന്റെ എല്ലാവർക്കും താടിയുണ്ട്. അന്നൊന്നും താടി ഭീകരവാദത്തിന് ചിഹ്നമല്ല. പിന്നെ എവിടെ കുഴപ്പമോ? മീഡിയകളുടെ കുഴപ്പമാണ്. മീഡിയകളുടെ കുഴപ്പമാണ്. തീർന്നില്ല. വേദഗ്രന്ഥങ്ങളിൽ പുരുഷനോട് താടി വെക്കാൻ പറഞ്ഞു. ഇല്ലേ? ഇല്ലേ? എല്ലാ വേദത്തിലും ഇല്ലേ? നിങ്ങൾ ആലോചിച്ചേ. കൃഷ്ണദ്വൈപായന വേദവ്യാസൻ, കൃഷ്ണദ്വൈപായന വേദവ്യാസൻ ഭവിഷ്യൽ പുരാണത്ത് പറയാൻ ലിംഗച്ഛേദശിഖാഹീന, ലിംഗച്ഛേദശിഖാഹീന മുസ്ലിങ്ങളുടെ പ്രത്യേകതയായി എത്ര നൂറ്റാണ്ടുകൾക്കപ്പുറത്തുള്ള ഗ്രന്ഥം അല്ലേ? നിങ്ങളെ ഭവിഷ്യൽ പുരാണം എപ്പോഴുള്ളതാ? ആ പുരാണത്ത് പറയാണ്, മുസ്ലിങ്ങൾ എന്നൊരു വിഭാഗം ഇവിടെ വരും. അവർ ചേലാകർമ്മം ചെയ്യും, താടി നീട്ടും. ഏത്? കൃഷ്ണദ്വൈപായന വേദവ്യാസം പറയാൻ. മുസൽമാന്റെ അടയാളമാണത്, അല്ലാതെ 10 കൊല്ലം മുമ്പുള്ള ഒരു ചടങ്ങല്ല. ഫിത്രത്താണ്, പുരുഷന്റെ പ്രകൃതിയാണ്. ഏതുപോലെ ആൺസിംഹം പൂട വടിച്ചാ പിന്നെ ആണും പെണ്ണും കെട്ടൂലേ? ആൺസിംഹത്തിന്റെ പൂട എന്തിനാ? ആണാന്ന് തിരിച്ചറിയാനാ. ആണാന്ന് തിരിച്ചറിയാനാ. ഒരാൺസിംഹത്തെയും കൂട്ടത്തിലുള്ള ഒരു സിംഹം പേടിക്കണില്ല. കാരണം അത് അതിന്റെ പ്രകൃതമാണ്. അല്ലേ? ഇനി നിങ്ങൾക്ക് കേൾക്കണോ ഏറ്റവും വലിയ അത്ഭുതം എന്നറിയോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നൊരു ക്ലീൻ ചെയ്യുക. ഇന്നത്തെ പത്രത്തിലെടുത്തതിനെ കുറിച്ച് ഒരു ന്യൂസ് ഇല്ലേ? ഒരുപാട് പേരെ കൊന്നൊരു ക്രിസ്തീയ ഭീകരവാദി. അവന് താടിയുണ്ടോ? ഹിറ്റ്ലറിന് താടിയുണ്ടോ? മുസോളിനിക്ക് താടിയുണ്ടോ? ലോകം കണ്ട ഇന്ത്യയിലെ ഭീകരവാദികൾക്ക് താടിയുണ്ടോ? ഇനി ഞാൻ നിങ്ങളോട് വൃത്തിയുള്ള ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ താടിക്ക് വിവേകമുണ്ടോ? ഈ താടിക്ക് ചിന്ത, വിവേകം, ദയ, കാരുണ്യം എന്ന വികാരം ഉണ്ടോ? ഹാർട്ടിലല്ലേ? ഒരു ഹിന്ദുവിനെ കാണുമ്പോൾ ഒരു മുസ്ലിം ദേശം പിടിക്കുക താടിക്കുക ആണോ? ആണോ? അല്ല, അല്ല അല്ലേ? എന്നിട്ട് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നൊരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞോളൂ. ലോകത്ത് ബൈബിളിൽ കാണാം, സാങ്ക്യാപുസ്തകത്തിൽ, ആ പുസ്തകത്തിൽ താടിന്റെ അറ്റം പോലും കട്ട് ചെയ്യരുത്. ബൈബിളില് ദാവൂദ് നബിയുടെ അനുയായികൾ ഒരു രാജാവിന്റെ, ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ നിന്നു സംശയിച്ചുകൊണ്ട് അവർ താടി പഠിച്ചു കളഞ്ഞു. ദാവൂദ് നബി പറയാണ്, താടി സമൃദ്ധമായി നീണ്ടിട്ടല്ലാതെ ഇങ്ങോട്ട് വരരുത്. അപ്പൊ ബൈബിളിൽ താടി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഹിന്ദുവേദത്ത് താടി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. താടി പൗരുഷത്തിന്റെ ഭാഗവും അറിവിന്റെ ഭാഗവുമാണ്. അതുകൊണ്ട് താടിയെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. മുസ്ലിങ്ങൾ താടി നീട്ടുന്നത് പ്രവാചകന്റെ സുന്നത്താണ്, ശരീഅയാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സിഖുകാരോട് നമുക്ക് വിരോധമുണ്ടോ? അവർക്ക് താടിയില്ലേ? നമ്മുടെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി താടിയുള്ള ആളല്ലേ? യേശുദാസിന് താടിയില്ലേ? അപ്പൊ താടിന്റെ വലുപ്പത്തിനനുസരിച്ച് അര ഭീകരവാദി, മുക്കാ ഭീകരവാദി, ഇത് ഫുൾ ഭീകരവാദി. എങ്ങനെയുണ്ട് ലോകത്തിന്റെ വിലയിരുത്തൽ? അതുകൊണ്ട് ഈ ക്ഷേത്രാങ്കണത്തിൽ പ്രസംഗം കേട്ട ഒരാളും താടിയുള്ളവരെ പേടിച്ചിട്ട് കാര്യമില്ല. എനിക്കറിയാം, ഞാൻ ഈ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ കണ്ണൂരൊക്കെ ബോംബിടുന്നതിനുള്ള ചെറിയൊരു പ്രശ്നം ഇങ്ങനെ കേട്ടപ്പോ പോലീസുകാർ എന്റെ പിന്നാലെ. എന്തൊരു കഥ, എന്തൊരു കഥ! എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അങ്ങോട്ട് എടുക്കുമ്പോ പോലീസുകാരന്റെ ബാഗ്, ഇങ്ങോട്ട് എടുക്കുമ്പോ പോലീസ്. അങ്ങനെ ഞാനൊരു ചായ